നമസ്കാരം. രമേശ് ചെന്നിത്തല തൃശങ്കു സ്വർഗത്തിലായി. കാര്യം മറ്റൊന്നുമല്ല, NSSന്റെ സെക്രട്ടറി സുകുമാരൻ നായർ ഗംഭീരമായ ഒരു പണി കൊടുത്തിരിക്കുന്നു. ആ പണി അദ്ദേഹം വാക്കുകളിലൂടെ പ്രതിധ്വനിപ്പിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിറ്റാണ്ട് കാലത്തിനപ്പുറത്തേക്ക് നീണ്ടുനിന്ന ഒരു പരാതിക്കും പരിഭവങ്ങൾക്കും വഴക്കിനും വക്കാലത്തിനുമൊക്കെ ഒടുവിൽ NSSന്റെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തതെന്ന് നമുക്കറിയാം. അവിടെ മന്നൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്നു, ഉദ്ഘാടകനാകുന്നു, പ്രസംഗിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് പലതും പറയുന്നു. തന്നെ ഒരു വലിയ കഷ്ടകാലത്ത് സഹായിച്ചത് NSS ആണ് എന്ന് പറയുന്നു. സുകുമാരൻ നായർ ഉടനെ പറഞ്ഞ കാര്യം, ഇതിലും വലിയ ഒരാളെ ഉദ്ഘാടകനായി ഞങ്ങൾക്ക് ലഭിക്കാനില്ല, ഞങ്ങളുടെ വളരെ പ്രിയ പുത്രനാണ്, NSSന്റെ പുത്രനാണ്, ഈ തിരുമുറ്റത്ത് ഓടിക്കളിച്ച ബാല്യമായിരുന്നു രമേശ് ചെന്നിത്തലയുടേത് എന്നതടക്കമുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലയും NSSും തമ്മിലുള്ള ഒരു ബന്ധം അതിശക്തമാണ് എന്നുള്ള തരത്തിൽ ഈ സുകുമാരൻ നായർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ പൊതുവിൽ ഇതിനകത്ത് എവിടെയാണ് വെച്ചിരിക്കുന്ന പാര എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുകുമാരൻ നായരുടെ പറഞ്ഞ വാക്കുകളിലാണ് പാര ഇരിക്കുന്നത്. അതായത് ഈ രമേശ് ചെന്നിത്തല സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ, അതായത് രമേശ് ചെന്നിത്തല ഈ മാനസപുത്രനാണ്, അല്ലെ പ്രിയപുത്രനാണ് NSSന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലൊരു ശക്തമായ അടിയുറച്ച ഒരു ബന്ധമുണ്ടെന്നും ആ ബന്ധം കാരണം മറ്റു പിന്നാക്ക സമുദായക്കാരെ ഒന്നും ഗൗനിക്കാത്ത ഒരാളായി രമേശ് ചെന്നിത്തല മാറും, പ്രവർത്തനം മുഴുവൻ NSSൻ്റേത് മാത്രമായി തീരും എന്നുള്ള തരത്തിലത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നിനെയും കൊള്ളാനോ തള്ളാനോ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി എന്ന് പറയുന്നതാണ് ശരി. ഇപ്പോൾ തന്നെ സമുദായ നേതാവ് കൂടിയായ വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ അബദ്ധമേ പറ്റിയിട്ടുള്ളൂ, എങ്കിലും ഒരബദ്ധം ഇക്കാര്യത്തിൽ പറ്റി. അതായത് VD സതീശനെ കണ്ടം തുണ്ടം നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഇത് VD സതീശൻ്റെ ഒരു അഹങ്കാരിയാണ്, മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല, മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തി രമേശ് ചെന്നിത്തലയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുകയും ചെയ്തിരുന്നു. ആ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലായി. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, NSSന്റെ പ്രിയപുത്രനാണ് എങ്കിൽ എങ്ങനെ പിന്നാക്ക സമുദായക്കാരുടെ NSSൽ ഉൾപ്പെടാത്ത മറ്റ് സമുദായക്കാരുടെ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഇടപെടാൻ കഴിയും? അതൊരു പ്രസക്തമായ ചോദ്യമായി നമുക്ക് കരുതാം. ഈ ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങും. ഈ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചുകൊണ്ട് അതിനൊരു പ്രസക്തി ഉണ്ടാവുന്നില്ല എന്നാണ് അർത്ഥം. വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു, അത് പൊതുജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളതായിരിക്കും അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ തള്ളാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. കാര്യം ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ ഒന്നും പിന്നാക്ക സമുദായക്കാരുടെ വോട്ട് മറിഞ്ഞ് അത് ഇവിടേക്ക് രമേശ് ചെന്നിത്തലയിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ UDFലേക്ക് വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. അതിനു മാത്രം വ്യക്തിപ്രഭാവമൊന്നും ഈ വെള്ളാപ്പള്ളി നടേശന് സമുദായ അംഗങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ താൻ ഇപ്പോഴും അവൈലബിലിറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ്, രാഷ്ട്രീയത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന ഒരു ധാരണ ഇപ്പോഴും, അതൊരു മിഥ്യാധാരണ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ മാറിയിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ താൻ എന്തെങ്കിലും കടുപ്പിച്ചു പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലൊരു നീക്കം നടത്തിയാൽ അത് ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മുഴുവൻ അഭിപ്രായമാണ് എന്ന നിലയിൽ എണ്ണപ്പെടും എന്നുള്ള തെറ്റിദ്ധാരണയാണത്. അതായത് വെള്ളാപ്പള്ളി നടേശനാണ് സമുദായത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള തോന്നൽ തന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം വരുന്ന സമുദായ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇക്കണ്ട പറച്ചിലുകളൊക്കെ പറയുന്നത്. ഈ രമേശ് ചെന്നിത്തല വലിയവനാണ്, നല്ലവനാണെന്ന് പറയുന്ന അതേ മൊമെന്റിൽ തന്നെ VD സതീശൻ കൊള്ളത്തില്ല എന്ന് പറയുന്നു. ഇതിനകത്ത് ഒളിഞ്ഞിരുന്നു കൊണ്ട് ചോര കുടിക്കുന്ന ചെന്നായുടെ അവസ്ഥയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ എന്ന് പറയേണ്ടി വരും. അതായത് ഈ VD സതീശനെയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തല്ലിക്കുക എന്നൊരു വളരെ കാര്യക്ഷമമായ ഒരു ലക്ഷ്യം കൂടി ആ പറച്ചിലിന് പിന്നിലുണ്ട്. അല്ലാതെ മറ്റൊന്നുമല്ല. അതായത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് സമുദായ അംഗങ്ങൾ എന്നുള്ള തെറ്റിദ്ധാരണ എന്നതിൻ്റെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് വോട്ട് കുത്തുന്ന ആൾക്കാരായിരുന്നു ഈ പറയുന്ന ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക സമുദായക്കാരെങ്കിൽ 100% ഉറപ്പായിട്ട് BDJSന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും ലഭിച്ചേനെ. അതുണ്ടാവാത്തിടത്തോളം കാലം വെള്ളാപ്പള്ളി നടേശന് രാഷ്ട്രീയമായി യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയാത്ത ഒരു വിഭാഗം ആൾക്കാരാണ് ഈഴവ സമൂഹം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. അതിൽ കൂടുതൽ വോട്ടുകളും പോകുന്നത് പറയുന്ന CPMലേക്കാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കാണ് എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ ഇവിടെ എന്തു തന്നെ ആയിരുന്നാലും പിന്നാക്ക സമുദായങ്ങളെ തന്നിൽ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം സൃഷ്ടിച്ച ഒന്നാണോ ഈ ജി സുകുമാരൻ നായരുടെ ഈ വാക്കുകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നതിലൊരു അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതോടുകൂടി ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, നായർ സമുദായത്തിൻ്റെ വക്താവായി എണ്ണപ്പെടുകയും ചെയ്യും. ഇതോടുകൂടി മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ച് കാത്തിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അത് കനത്ത തിരിച്ചടിയുമാകും. ഇനിയിപ്പോൾ ജി സുകുമാരൻ നായരെ തള്ളിക്കളഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഉൾക്കൊള്ളാനാണ് ശ്രമമെങ്കിൽ അവിടെയും പാര കിട്ടും. കോൺഗ്രസ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം NSS വോട്ടുകൾ കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പോൾ സത്യത്തിൽ ഈ പറയുന്ന സുകുമാരൻ നായർ ഒരുക്കി വെച്ച ഒരു ത്രിശങ്ക് സ്വർഗത്തിൽപ്പെട്ട് ആകെ അസ്വസ്ഥനായി ഉഴലുകയാണ്. അതിനിടയിൽ തൻ്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പവും ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്.